നമസ്കാരം. ഇപ്പോൾ വലിയൊരു വിഭാഗം ആളുകൾക്കും കടബാധ്യത ഉള്ളവരാകുന്നു. കടമില്ലാത്തവർ ചുരുക്കമാണ് എന്ന് തന്നെ പറയാം. പല വിധത്തിലായിരിക്കും കടബാധ്യതകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. EMI ആയും മറ്റ് ഘടകങ്ങളായും പലരുടെയും ജീവിതത്തിൽ കടബാധ്യതകൾ വർദ്ധിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. വരവിനേക്കാൾ കൂടുതൽ ചെലവ്, പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ, അത്തരത്തിൽ നിരവധിയാർന്ന പ്രശ്നങ്ങൾ ഓരോ വ്യക്തികളും അഭിമുഖീകരിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രത്യേക സമയം ചില കാര്യങ്ങൾ നാം ചെയ്യുകയാണ് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കടബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ വളരെ സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക. അത്തരത്തിൽ ഒരു സമയമാണ് മൈത്രേയ മുഹൂർത്തം. മൈത്രേയ മുഹൂർത്തത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്താൽ കടങ്ങൾ നിങ്ങൾക്ക് തീർക്കുവാൻ സാധിക്കും. തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത കടങ്ങളുണ്ട് എങ്കിൽ പോലും അതുപോലും നിങ്ങൾക്ക് അടച്ചു തീർക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ, അത്തരത്തിലുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. നാളെയാണ് ഈ ദിവസം. ഈ ദിവസം നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. പൂർണ്ണമായ വിശ്വാസത്തോടെ മാത്രമേ ഈ കാര്യങ്ങൾ നാളെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുവാൻ പാടൂ. എന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കൂ എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. കടബാധ്യതകൾ, സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് തിഥിയെക്കുറിച്ചാകുന്നു. തിഥിയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കൂ. വൃശ്ചിക ലഗ്നം, അനിഴം നക്ഷത്രം കൂടി വരുന്ന സമയം. ഈ മാസം, അതായത് ജനുവരിയിൽ വരുന്ന ആദ്യത്തെ മൈത്രേയ മുഹൂർത്തമാണ് നാളെ. ജനുവരി 8-ാം തീയതിയാണ് നാളത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത്. ജനുവരി 8-ന് വരുന്ന ഈ സമയം അതിരാവിലെ, അതായത് വെളുപ്പിന് 2:49 മുതൽ 5:01 വരെയാകുന്നു. ഈ സമയമാണ് എത്ര വലിയ കടവും, അതായത് വെളുപ്പിന് 5:01 വരെയാകുന്നു, എത്ര വലിയ കടവും തിരിച്ചടയ്ക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം. അതായത് പെട്ടെന്ന് തന്നെ കടം തീർക്കുവാൻ സാധിക്കുന്നതാകുന്നു. എന്നാൽ ഈ സമയം മധ്യസമയം കൂടുതൽ ഉത്തമമാകുന്നു. അതായത് വെളുപ്പിന് 3:30 മുതൽ വെളുപ്പിന് 4:14 വരെയുള്ള സമയം കൂടുതൽ ഉത്തമമാകുന്നു. ഈ സമയം ബ്രാഹ്മമുഹൂർത്ത സമയമായി വരുന്നതിനാൽ കൂടുതൽ പ്രത്യേകതകൾ കൂടി കൈവരുന്നതാകുന്നു. ഈ സമയം കടം പെട്ടെന്ന് അടച്ചു തീർക്കുവാൻ എന്താണ് നാം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നാം ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാകുന്നു. കുലദേവതയെ ഈ സമയം സ്മരിക്കേണ്ടത് അനിവാര്യമാകുന്നു. തീർച്ചയായും കുലദേവതയെ പ്രാർത്ഥിക്കുക. ശേഷം ഗണപതി ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. കാർ ലോൺ, ബൈക്ക് ലോൺ, അങ്ങനെ ഏതുതരം ലോണാണ് എങ്കിലും പെട്ടെന്ന് അടച്ചു തീർക്കുവാനായി ആദ്യം നാം പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള വഴികൾ തുറന്നു തരണം, അല്ലെങ്കിൽ വഴികൾ കാട്ടിത്തരണം എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക. എത്ര ലോണാണോ നിങ്ങൾക്കുള്ളത് അത്രയും കവർ എടുത്ത് ആ കവറിന് മുകളിൽ ലോണിന്റെ പേരെഴുതുക. ശേഷം എത്ര പണം ഇപ്പോൾ വയ്ക്കുവാൻ സാധിക്കുന്നുവോ അത്രയും പണം വയ്ക്കുക. ചിലപ്പോൾ 1 രൂപ ആയിരുന്നാൽ പോലും ആ 1 രൂപ ലോണിന്റെ കവറിന് മുകളിൽ വയ്ക്കുക. ശേഷം ഇനി എത്ര പണം അടയ്ക്കുവാൻ സാധിക്കുന്നുവോ ആ സമയം ആ പണം കൂടി ചേർത്ത് അടയ്ക്കുക. ഓൺലൈൻ വഴി തന്നെ അടയ്ക്കുവാൻ ഈ സമയം ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ എത്ര വലിയ കടവും ഈശ്വരാധീനത്താൽ നിങ്ങൾക്ക് വീട്ടുവാൻ സാധിക്കുന്നതാകുന്നു. എന്നാൽ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എത്ര അത്യാവശ്യമാണ് എങ്കിലും ഈ കവറിൽ സമർപ്പിച്ചിരിക്കുന്ന പണം അത് ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഇരട്ടി കടമായി മാറുന്നതാകുന്നു. അധികം പണം ഇല്ല എങ്കിലും അല്പം പണം വച്ചാൽ മതിയാകുന്നതാണ്. അശുദ്ധിയായ സമയത്ത് ഈ കവർ ഒരിക്കലും സ്പർശിക്കുവാൻ പാടുള്ളതല്ല. അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ഈ സമയം ഈ കാര്യം ചെയ്യാൻ പാടുള്ളതുമല്ല. പുലവാലായ്മ ഉള്ളപ്പോഴും നിങ്ങൾ സ്പർശിക്കുവാൻ പാടുള്ളതല്ല. വിളക്കിന് മുൻപിൽ സമർപ്പിച്ചതിന് ശേഷം പണം സൂക്ഷിക്കുന്ന ഇടത്ത് ഇവ വയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. തീർച്ചയായും ഇങ്ങനെ ചെയ്യുന്നത് സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു.
കൂടാതെ നിത്യവും ഒരു കാര്യം കൂടി നിങ്ങൾ ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക. ശ്രീം എന്ന വാക്ക് 108 തവണ വിളക്ക് കൊളുത്തി പറയുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത്. കൂടാതെ ക്ഷേത്ര ദർശനം പ്രത്യേകം നടത്തുവാൻ എല്ലാ ദിവസവും സാധിക്കുന്നവരാണ് എങ്കിൽ നടത്തുവാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പുഷ്പാഞ്ജലി നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. സാധിക്കുന്ന ഏവരും ആ കാര്യം കൂടി ചെയ്യുവാൻ ശ്രമിക്കുക. നാളെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഇതിലൂടെ പെട്ടെന്ന് തന്നെ പണം കൈകളിലേക്ക് വന്നു ചേരും എന്ന കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. കടം തീരുവാനും ഏറ്റവും സഹായകരമായി മാറുന്ന ഒരു കാര്യമാണ് ഇത്. ചൊവ്വ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഇപ്രകാരം ചെയ്യുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദർശനം നടത്തുന്ന അവസരത്തിൽ കടുംപായസം ദേവിക്ക് നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഭഗവതി സേവയാണ് എങ്കിലും നടത്തുവാൻ ശ്രമിക്കുക. ഭഗവതി സേവയാണ് നടത്തുന്നത് എങ്കിൽ ആ സമയം ആ വഴിപാടിനോടൊപ്പം ഗണപതി ഹോമം കൂടി നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു.